വ്യവസായി എം എ യൂസഫ് അലിയുടെ ഇടപെടലിലൂടെ ജയിൽ മോചിതനായ തൃശൂർ നടവരമ്പ് സ്വദേശി ബെക്സ് കൃഷ്ണൻ നാളെ നാട്ടിലേക്ക് തിരിക്കും. ചൊവ്വാഴ്ച രാത്രി 8:20 അബുദാബിയിൽ നിന്നുള്ള ഇത്തിഹാദ് വിമാനത്തിലാണ് ബെക്സ് കൃഷ്ണൻ യാത്ര തിരിക്കുക. ബുധനാഴ്ച പുലർച്ചെ 1:45 കൊച്ചിയിലെത്തും. സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റഹീം നാട്ടിലെത്തി. അതിനുശേഷം എന്ന് പറഞ്ഞാൽ കുരുപൊട്ടി വലിക്കുന്ന കുറെ ടീമുകളുണ്ട്. എന്താ പ്രശ്നം എന്ന് വേറെയൊന്നും അല്ല. ഇനി റഹീമിന്റെ പേര് റഹീം എന്നായോണ്ടായിരിക്കാം. ഇനി എന്താ ഇവരുടെ ഈ വലിയ പ്രശ്നം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കുറെ ആൾക്കാർ ഇവിടെ കിടന്നിട്ട് കമന്റ് ഇട്ട് മെഴുകുകയാണ്. അയാൾ എന്തോ വലിയ പാതകം ചെയ്തു, അയാൾ എന്തോ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അയാൾ 20 വർഷം ശിക്ഷ അനുഭവിച്ചടോ. അയാൾക്കൊരു പറ്റിയൊരു കയ്യാബദ്ധത്തിന് അയാൾ 20 വർഷം ശിക്ഷ അനുഭവിച്ചു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നിയമം അനുസരിച്ച് തന്നെ ദിയാദനം കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് മാപ്പ് കൊടുക്കാം. അങ്ങനെ ഒരു സംഭവം കൂടി അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നമ്മളെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിയും അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ ഇടപെട്ടിട്ട് എത്രയാളെ വധശിക്ഷ മാറ്റിവെക്കുന്നുണ്ട്, അതുപോലെ മരവിപ്പിക്കുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തിന്റെയും ഓരോരോ അധികാരങ്ങളാണ്. ഇവിടെ കടന്നിട്ട് കുറെ എണ്ണം ഇങ്ങനെ ചങ്ക് പൊട്ടിയിട്ട് മരിക്കുകയെന്ന്, ചങ്ക് പൊട്ടി ചാവുക, കമന്റുകൾ എഴുതുക. എടാ നാണോ മാനോ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്ക്. അതായത് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ബെക്സ് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാള്, അയാൾ വാഹനാപകടത്തിൽ ഒരു കുഞ്ഞു മരിച്ച കേസിൽ അയാൾ ജയിലിലായിരുന്നു. 1 ലക്ഷം രൂപയോളം ദിയാദാനം കൊടുത്തിട്ട് അന്ന് എം എ യൂസഫ് അലിയാണ് അയാളെ പുറത്തു കൊണ്ടുവന്നത്. അതെന്താ നിങ്ങൾ അത് വേറൊരു കേസാണോ? അപ്പൊ കൃഷ്ണൻ എന്നുള്ള പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി റഹീം എന്നുള്ള പേരിലോ കൊണ്ടാണോ നിങ്ങൾക്ക് പ്രശ്നം? ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇവിടെ മതത്തിനോ അല്ലെങ്കിൽ വേറെ ഒന്നിനോ ഒരു ഇതുമില്ല. ഇവിടെ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് ഈ 34 കോടി രൂപ അതുപോലെ തന്നെ എന്ന് പറയാം പലതരത്തിലുള്ള പൈസകളൊക്കെ സമാഹരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ കമന്റ് ഇടുന്ന ഒരെണ്ണം പോലും 10 പൈസ ഇറക്കത്തില്ല കേട്ടാ. ഇവന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നശിച്ചു കാണാനാണ് ഇവന്മാരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. ഒന്നും നന്നാകുന്ന കണ്ടൂടെ, എല്ലാം നശിച്ചുകൊണ്ടേയിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഇവന്മാർ കുറേ പിന്നെ മതം പറയൂ, കുറേ ജാതിയും മറ്റേതെല്ലാം കൂട്ടി കുഴക്കുവാണെന്ന്. ഇതിലൊരു ടീച്ചർ വരുന്നുണ്ട്. ഞാൻ ഈ ടീച്ചറോട് ചോദിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, സൗദി അറേബ്യ പോലെയുള്ള ഒരു വലിയ രാജ്യമാണ്. ആ രാജ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കേസുകളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ മാപ്പ് കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ പൈസ കൊടുത്ത് ഒത്തുതീർപ്പാക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നിട്ട് ഇന്നലെ ഈ ടീച്ചർ തന്നെ വന്നിട്ട് വേറൊരാളുടെ വീഡിയോയും കൊണ്ട് വന്നിട്ട് പറയാ റഹീമിനെ അവിടെ വധശിക്ഷക്കൊന്നും വിധിച്ചില്ല. എന്നാൽ പിന്നെ കുറച്ച് നേരത്തെയല്ലേ ഇത് പറയേണ്ടത്? അതാണ് ഈ ഇന്നലത്തെ വീഡിയോ പറഞ്ഞത്. ഏതായാലും എം എ യൂസഫ് അലി രക്ഷിച്ചു കൊണ്ടുവന്ന ബെക്സ് കൃഷ്ണനെ നമുക്കൊന്ന് കാണാം. വ്യവസായി എം എ യൂസഫ് അലിയുടെ ഇടപെടലിലൂടെ ജയിൽ മോചിതനായ തൃശൂർ നടവരമ്പ് സ്വദേശി ബെക്സ് കൃഷ്ണൻ നാളെ നാട്ടിലേക്ക് തിരിക്കും. ചൊവ്വാഴ്ച രാത്രി 8:20 അബുദാബിയിൽ നിന്നുള്ള ഇത്തിഹാദ് വിമാനത്തിലാണ് ബെക്സ് കൃഷ്ണൻ യാത്ര തിരിക്കുക. ബുധനാഴ്ച പുലർച്ചെ 1:45 കൊച്ചിയിലെത്തും. 2012 കാർ അപകടത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അദ്ദേഹത്തെ മരിച്ചവരുടെ കുടുംബത്തിന് 1 കോടി രൂപ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇതൊന്നും ഇവരൊന്നും അറിയുന്നില്ല. അതായത് ഈ ചരിത്രങ്ങളൊന്നും ഇവർക്ക് അറിയില്ല. ഇവർക്ക് ആകെ അറിയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഹീമിനെ രക്ഷിച്ചത് മാത്രമാണ്. എന്റെ പൊന്നു മക്കളെ, വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വധശിക്ഷ ഒന്ന് ഒഴിവാക്കി കൊടുക്കാറുണ്ട്. അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഭീമമായ തുകകളും വാങ്ങിക്കാറുണ്ട്. അതായത് അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ കിടന്നിട്ട് കുറേ ആൾക്കാർ കിടന്നിട്ട് എന്താണെന്നറിയില്ല, ഒരു കുറേ നാളെ ഈ പിരിവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്, എന്നിട്ട് ഇന്നലെ വന്നിട്ട് ഇങ്ങനെ ഒരു ബോംബ് പൊട്ടിക്കുക, വെറുതെയെങ്കിലും ഇങ്ങനെ പറയുക, അത്രയേ ഉള്ളൂ. ഒരു തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് എങ്ങനെയും ആ പാവത്തിന്റെ ഉമ്മയുടെ കണ്ണീരുകൾ കണ്ടതല്ലേ. ഇവർക്കെന്ന് പറഞ്ഞാൽ ഇവരുടെ വാശികളും വൈരാഗ്യങ്ങളും വിജയിക്കണം, അതിനു വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങളൊന്ന് കാര്യം ആലോചിച്ച് നോക്കി. ഇപ്പൊ കൃഷ്ണനായാലും ശരി, ഇപ്പൊ റഹീം ആയാലും ശരി, നമുക്കെല്ലാം എന്ന് പറഞ്ഞൊരു അഭിമാനമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾ രക്ഷപ്പെട്ടല്ലോ. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അവിടെ അനുഭവിച്ചിട്ടുമുണ്ട്. ഇവിടത്തെ പോലെയൊന്നല്ല. ഇവിടത്തെ പോലെ എന്ന് പറഞ്ഞാൽ 1 കൊല്ലത്തിന്റെ ഇടയിൽ 10 പരോള് കിട്ടിയിട്ടൊന്നുമല്ല അവരവിടെ ശിക്ഷ അനുഭവിക്കുന്നത്. പിന്നെ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ സൂഹിക്കാൻ പോയതൊന്നുമല്ല. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പറ്റുന്ന ഒരു കയ്യബദ്ധത്തിൽ ഒരുപാട് പേർക്കുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ നിരവധി പേര് ജയിലിൽ കിടക്കുന്നുണ്ട്. എങ്ങനെ മദ്യക്കടത്തിൽ അങ്ങനെയൊക്കെ ആയിട്ട്. അതിലൊരുപാട് ചതികളും വഞ്ചനകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ കുറ്റവാളികളാണ്, നമ്മളങ്ങനെ മുദ്ര കുത്തരുത്. ഇതിൻ്റെ അകത്തെ പലതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതിയിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അകത്തു പോകുന്നുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരുപാട് ചതിയും വഞ്ചനകളും ഇതൊക്കെ നടത്തിയിട്ട് അകത്തു പോയവർക്ക് പിന്നീട് ഭാഷ അറിയില്ല, അവരെ സഹായിക്കാൻ ഒരു മനുഷ്യനില്ല. അങ്ങനെയുള്ള ഒരുപാട് അവസ്ഥയിലേക്കൊക്കെ വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴൊന്ന് ചിന്തിക്കുക. കാരണം ഒരു ഉമ്മയും ഒരു മകനും
അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിന്റെ സന്തോഷം നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ട് ഉറങ്ങി നിൽക്കുമ്പോൾ 20 വർഷത്തോളം ആ ഉമ്മ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു സഹോദരൻ, അയാളെന്ന് പറയുന്ന അയാളുടെ കൂടെയുള്ളവരൊക്കെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴേ അയാൾ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകും. പിന്നെ അയാൾ ആ ഒരു 4 ചുമരിന്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അയാൾ എങ്ങനെയും ഒന്ന് ജീവിക്കട്ടെ. അയാളൊരു പുതിയ ജീവിതം, പൈസേന്റെ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ എന്ന് പറയുന്നത് അവിടെ കുറെ ആൾക്കാർ വീഴാൻ കിടക്കുന്ന, ഫ്ലാറ്റിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ കുറെ ആൾ പട്ടിണി കിടക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും ഒരു ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ന് പറയുന്നത് ഒരു ഒരു ഇതാ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കുടുംബനാഥൻ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ അവരെത്രമാത്രം ദുഃഖത്തിലായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചു എന്താ, എന്നാൽ പിന്നെ നാളെ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, അതുകൊണ്ടൊന്നും പേടിക്കണ്ട, അങ്ങനെ വിചാരിച്ചെന്നൂടെ? അങ്ങനെയൊന്നും ആരും വിചാരിക്കുന്നില്ല. പിന്നെ ചില ആൾക്കാർക്ക് ഇതൊരു ഹരമാണ്. അതായത് ഈ ടീച്ചറോട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു ടീച്ചർ, നിങ്ങൾ ഇതൊക്കെ നിർത്തണം. എന്തിനാ ഇങ്ങനെ വെറുതെങ്കിലും ഭാര്യ വലിച്ച് എന്നാ പറഞ്ഞ് എറിയുന്നത് എന്തിനാണ്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മൂളിയുള്ള എല്ലാവർക്കും അറിയാം. അതായത് പിന്നെ എന്താ പറയേണ്ടത്, ഇന്നലെ ഒരു സ്ത്രീ വന്നു പോലെ ഞാൻ പരാതി കൊടുക്കും, ഞാൻ എന്നാ പിന്നെ റഹീമിനെ ഇനി ഒരു കാര്യം ചെയ്ത് ഏടെങ്കിലും കൊണ്ടുപോയിട്ട് നിങ്ങൾ എല്ലാവരും കൂടി റഹീമിനെയും കൊണ്ടുപോയിട്ട് ഇനി ഏതെങ്കിലും സ്ഥലത്ത് തള്ളു. അപ്പൊ കൃഷ്ണൻ എന്നാ അന്ന് രക്ഷിച്ചപ്പോൾ നിങ്ങൾക്കെല്ലാം നാക്കിറങ്ങിപ്പോയി. എന്നാ പിന്നെ ഈ യൂസഫ് അലിക്കെതിരെയും പറഞ്ഞൂടെ? എന്നാ യൂസഫ് അലി എന്തിനാണ് കൃഷ്ണനെ രക്ഷിച്ചത്? ഞങ്ങളുടെ ഒറ്റ ഒരുത്തിനെ കണ്ടില്ലല്ലോ, ഒരു മനുഷ്യനെ പോലും കണ്ടില്ലല്ലോ. ഈ ബെക്സ് കൃഷ്ണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. MA യൂസഫ് അലി എന്ന് പറയുന്ന ആ ഒരു നല്ല മനുഷ്യനല്ലേ ഉണ്ടായുള്ളൂ? ഇഷ്ടംപോലെ പണക്കാരുണ്ട്, എല്ലാത്തിലും പണക്കാരുണ്ട്, എല്ലാത്തിലും വലിയ വലിയ ബിസിനസ്സുകാരുണ്ട്. പക്ഷെ ഇവറ്റകളൊന്നും ഒരാൾ പോലും സഹായത്തിന് വരത്തില്ല. ഒരുപാട് ബിസിനസ്സുകാരുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. പക്ഷെ ഒരുത്തൻ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെയും സഹായിക്കത്തില്ല. MA യൂസഫ് അലീനെ പോലെയുള്ള, ബോച്ചയെ പോലെയുള്ള നല്ല മനുഷ്യരുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതിനവരോട് നന്ദി പറയാതെ അതിനവരെ കൊണ്ടുപോയിട്ട് എന്താ പറയേണ്ടത്, എങ്ങനെ പാര വെക്കാം അല്ലെങ്കിൽ അവരെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളോടൊക്കെ പുച്ഛമാണ് തോന്നുന്നത്. ഉള്ള കാര്യം എന്താ പറയുന്നതിന് വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം ഇത് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം എന്നാ പറയേണ്ടത് ഒരു കൃമികൾക്ക് കമന്റ് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് ഇടം കൊടുക്കുന്നത്. ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് നിന്നത്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും, എന്തിനധികം പറയുന്നത് എല്ലാവരും യാചകന്മാർ വരെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പൈസ കൊടുത്തിട്ടുണ്ടാവുന്ന എനിക്ക് പറയാനുള്ളൂ. കാരണം അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി നിന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് റഹീം എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇന്ന് ആ ഉമ്മയുടെ അടുത്തെത്തിയത്. അതൊരു വലിയ പുണ്യം തന്നെയാണ്. അത് പുണ്യമല്ലാതെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന എന്തുകൊണ്ടാണ്? നിങ്ങളെ കണ്ണിൽ മഞ്ഞളിപ്പോണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ആ ഒരു വലിയ പുണ്യം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? നിങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് നിങ്ങളുടെയൊക്കെ ലക്ഷ്യം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊന്നും ഒരു നന്മ കാണാൻ കഴിയാത്തത്. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, ബെക്സ് കൃഷ്ണനായാലും അതുപോലെ റഹീം ആയാലും ഇനിയിപ്പോഴും വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ആയിക്കഴിഞ്ഞാലും സഹായിക്കാൻ വേണ്ടിയിട്ട് മലയാളി ഏത് അറ്റം വരെയും പോയിരിക്കും. മനുഷ്യത്വമുള്ള മലയാളികൾ, അല്ലാതെ കൃമികീടങ്ങളല്ല. കൃമികീടങ്ങളുടെ വീട്ടിലും ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിലും നമ്മൾ ഇടപെടും. ഇങ്ങനെയുള്ള കൃമികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയും, ഗൾഫിൽ പോയിട്ട് ജോലി ചെയ്ത് വന്ന കുറേ ടീമുണ്ട്, ഇതിനകത്ത് കമന്റ് ചെയ്തിട്ടുണ്ട്. നന്ദിയില്ലാത്തവർ. നന്ദി, നമസ്കാരം.